എന്തിനാ രണ്ടുപേരുടെ അമ്മ വിഷമിക്കുന്നേ? അവരവിടെ സേഫാണ് കേട്ടോ. പിന്നെ ഒരു പ്രത്യേക കാര്യം, നിങ്ങൾ അച്ഛനും അമ്മയും അവരെ കൂടെ തന്നെ ഉണ്ടായാൽ മതി. അവർ ഉയരങ്ങളിലെത്തും, നല്ല മക്കളാവും. നല്ല സ്നേഹമുള്ള അധ്യാപകനെ അവിടെ, ഒരു ടെൻഷനും വേണ്ട കേട്ടോ. അത്തിമരത്തിലെ കൊച്ചു കിളിക്കൂട്ടി പുള്ളിക്കുയി കുഞ്ഞു കുഞ്ചു കുറുമ്പൊഴിയോ എട്ടുപേരുകണ ഉമ്മയും പിരിയോ ചെല്ലക്കാറ്റ് ചൊല്ലു ചൊല്ലു ചക്കരവാക്കിടുന്നുണ്ട് മായക്കാറ്റ് നെല്ല് നെല്ല് ചിത്തിര കയ്യിലുണ്ട്. ടീച്ചർക്ക് എന്നെ മനസ്സിലായോ? ടീച്ചർക്ക് എന്നെ മനസ്സിലായോ? ശരിക്കും അങ്ങോട്ട് ഓർമ്മ കിട്ടണില്ലല്ലോ മക്കളെ. പക്ഷേ ഈ കണ്ണനില്ല ചുണ്ടിലെ ചിരി നല്ല പോലെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയൊന്നും വരുന്നില്ല. ടീച്ചറെ, ഞാൻ വണ്ടിയിലുണ്ടായിരുന്ന അശ്വതിയാ. ഞാൻ ഫോർസിലുണ്ടായിരുന്ന അശ്വിൻ. എന്റെ ഭഗവാനെ, അശ്വിനും അശ്വതിയോ നല്ല കഥയാണ്. നിങ്ങളെ മറക്കേ ഒരിക്കലും മറക്കില്ല മക്കളെ. ഞാൻ ടീച്ചറോട് പറഞ്ഞിരുന്നില്ലേ ലക്ഷ്മി ടീച്ചറെ പോലെ ഒരു ടീച്ചറാവണമെന്ന്. ഞാനിപ്പോ ഒരു ടീച്ചറാണ്. ഞാനൊന്നും പറഞ്ഞില്ല ടീച്ചറോട്. ഞാൻ ആളുകളൊക്കെ രക്ഷിക്കുന്ന ആളാവുന്നു. ഞാനിപ്പോ വീടിനോന്നുക. ഞാൻ പട്ടാളത്തിലെ ടീച്ചറെ.
നല്ല കുറുമ്പുണ്ടായിരുന്നെങ്കിലും നല്ല മിടുക്കരായിരുന്നു നിങ്ങള്. അല്ല നിശ്ചയദാർഢ്യമുള്ള കുട്ടികള്. എന്തായാലും നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ആയല്ലോ. സന്തോഷായി മക്കളെ. ടീച്ചറെ കാണാൻ വരാൻ മക്കൾക്ക് തോന്നിയോ? ദൈവം അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെ. അതെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സന്തോഷം തന്നെയല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രാണനായ ഈ കുഞ്ഞു മക്കളുടെ ശോഭനമായ ഭാവി, അതൊന്നു മാത്രമല്ലേ നമ്മുടെ ലക്ഷ്യം. അതെ, നമുക്ക് ഒന്നിച്ചു മുന്നേറാം. നമ്മുടെ സ്നേഹനിധികളായ അധ്യാപകരുടെ കൂടെ രക്ഷിതാക്കളും കൂടി കൈകോർത്ത് ഒന്നിച്ചു മുന്നേറുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ശരിയുടെ പാതയിലൂടെ, നന്മയുടെ പാതയിലൂടെ വിദ്യ എന്ന വിഹായത്തിൽ വർണ്ണ ചിറകുകൾ വെച്ച് മാറി അവരുടെ സ്വപ്നങ്ങൾ സഫലീകൃതമാക്കട്ടെ.